കാർമൂകിലേറി കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താങ്ങുകളിൽ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീയണയും വരെയും അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കാം. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ദൈവത്തിന് സ്തോത്രം. യാക്കോവിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം യാക്കോവിന് വെളിപ്പെട്ടു. യാക്കോവിനോട് ദൈവം സംസാരിച്ചു. അതൊരു വലിയ അത്ഭുതമാണ്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യനോട് സംസാരിക്കുക, അങ്ങനെ ഉണ്ടാകുമോ? ദൈവം മനുഷ്യനോട് സംസാരിക്കുക. ദൈവം ആരാണ്? നിത്യോന്നതനാണ്, നിത്യപരിശുദ്ധനാണ്, ഒരിടത്തും ഒതുങ്ങാത്തവനാണ്. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനാണ്. നാം അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ആകാശവും ഭൂമിയും തൻ്റെ സ്തുതികളുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. നാം അങ്ങനെ പ്രാർത്ഥിക്കും. തൻ്റെ മഹത്വം കൊണ്ട് ആകാശം നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. സ്വർഗീയ സേനകൾ അവനെ നിരന്തരം ആരാധിക്കുന്നു. 6 ചിറകുള്ള ശ്രോഫയമാലാഖമാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാല് മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നിരന്തരം ആർത്താഘോഷിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. തേജോമയനായ ദൈവം, അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്ന ദൈവം, തീക്കടുത്ത ദൈവം, ആർക്കും ഒരു നാളും കാണാൻ സാധ്യമല്ലാത്തവനായ ദൈവം, ഈ ദൈവം ആത്മാവാകും ദൈവം,
അരൂപിയാകും ദൈവം, അദൃശ്യനായ ദൈവം, അസ്പൃശ്യനായ ദൈവം, സ്പർശിക്കാൻ സാധ്യമല്ലാത്ത ദൈവം, ഈ ജീവനുള്ള ദൈവം ഒരു മനുഷ്യനെ പ്രത്യക്ഷപ്പെടുക, ഒരു മനുഷ്യനോട് സംസാരിക്കുക, അതൊരു അത്ഭുതമാണ്. അതൊരു ചരിത്രത്തിലെ അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരതയിൽ, എളിമയിൽ പറയണം, കർത്താവേ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് പ്രത്യക്ഷനാകുന്നു എന്ന് അനുഭവിക്കാനൊരു ഭാഗ്യം എനിക്ക് തരണമെന്ന് നിങ്ങൾ പറയണം. ദൈവം എനിക്ക് പ്രത്യക്ഷനായി എന്ന്, ദൈവം എനിക്ക് വെളിപ്പെട്ടു എന്ന്. കർത്താവെ, മറഞ്ഞിരുന്ന ഏതെല്ലാമോ മാറാലകളെല്ലാം മാറി ഒരു പുതിയ വെളിച്ചം എനിക്ക് കിട്ടിയെന്ന്, ഏതെല്ലാമോ ചില വേണ്ടാത്തതായ മറകളെല്ലാം കീറി മാറി എനിക്കൊരു പുതിയ വെളിച്ചം കിട്ടിയെന്ന് ഒരനുഭവം എനിക്ക് തരണം. മറ്റാരും പറഞ്ഞിട്ടല്ല, ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ടുമല്ല, ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുമല്ല, എനിക്ക് വ്യക്തിപരമായി കർത്താവേ, ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവനുള്ള ദൈവം എനിക്ക് പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് അനുഭവിക്കാനുള്ള ഒരു അസുലഭ ഭാഗ്യം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം യാക്കോബിന് പ്രത്യക്ഷനായി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യാക്കോബിന് പ്രത്യക്ഷനായ ദൈവം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യക്ഷനാകാൻ അവിടത്തേക്ക് തിരുമനസ്സായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും നിങ്ങൾ വെറുതെ കേട്ടു പോകരുത്. ഇതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മുന്നിൽ ഈ ദൈവം പ്രത്യക്ഷനായിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. കരുണയുള്ള കർത്താവേ, ഇതെന്തൊരത്ഭുതം. യാക്കോബ് അത്ഭുതപ്പെട്ടു. ഗോവണി, സ്വർഗത്തോളം എത്തുന്ന ഗോവണി, അതിന് മീതെ യഹോവ നിന്ന് സംസാരിക്കുന്നു. എന്താണ് കേൾക്കുന്നത്? വചനമാണ് കേൾക്കുന്നത്. വചനം വാഗ്ദത്തമാണ്. വാഗ്ദത്ത വചനം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുകയാണ്. വാഗ്ദത്ത വചനം. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്? തുടങ്ങുന്നത് ദൈവം തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നു. യാക്കോവിനെ ദൈവം പരിചയപ്പെടുത്തുമ്പോൾ യാക്കോവിന് പരിചയമുള്ള കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. എന്താണ് പരിചയമുള്ള കാര്യം? യാക്കോവിന് ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അപ്പൻ്റെ പേരിലാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൻ്റെയും അപ്പൻ്റെയും പേരിൽ. അത് യാക്കോവിനറിയാം. പെട്ടെന്ന് ഓർമ്മ വരും. കാരണം യാക്കോവിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ 15 വയസ്സ് വരെ അപ്പനായ അബ്രഹാമിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അബ്രഹാമിൻ്റെ വിവരണങ്ങൾ കേട്ടിട്ടുണ്ട്. അബ്രഹാം പിതാവിന് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെക്കുറിച്ച് പറയുന്നതല്ല യാക്കോബ് കേട്ടിട്ടുണ്ട്. അന്ന് ഒരു കൊച്ചുകുട്ടി, 15 വയസ്സ് വരെയുള്ള കുട്ടിക്ക് എന്ത് മനസ്സിലാകാനാണ്? അവന് മനസ്സിലാകുന്നിടത്തോളം അവൻ കൊതിവ് കൊണ്ട് കേട്ടിരുന്നിട്ടുണ്ട്. എന്തെല്ലാം അനുഭവങ്ങളാണ് അപ്പൻ ഈ പറയുന്നത്. അബ്രഹാം പിതാവ് ഏതെല്ലാം കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓരോന്ന് പറയുമ്പോഴെല്ലാം ഇങ്ങനെ അത്ഭുതം വിടർത്തിയ കണ്ണുകളോടെ അവനിങ്ങനെ കേട്ടിരിക്കുകയാണ്. അവനിടയ്ക്ക് അവൻ അമ്പരപ്പോടെ നോക്കും, ചിലപ്പോൾ അതിശയത്തോടെ നോക്കും, ചിലപ്പോൾ ഭയപ്പാടോടെ നോക്കും, ചിലപ്പോൾ അപ്പനെ അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അവന് ഒന്നും മനസ്സിലാകുന്നില്ല. യാക്കോബ് അന്ന് കൊച്ചുകുട്ടിയാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഈ അനുഭവം കിട്ടുകയാണ്. പിതാക്കന്മാർക്ക് കിട്ടിയ അനുഭവം അവന് കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൂർവ്വപിതാക്കന്മാർക്ക് കിട്ടിയ അനുഗ്രഹം, പൂർവ്വപിതാക്കന്മാർക്ക് കിട്ടിയ അനുഭവം മകനെ നിനക്ക് തരുവാൻ ദൈവത്തിന് തിരുമനസ്സാണ്. പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചിരുന്നു. പൂർവിക പുണ്യപിതാക്കന്മാർ അനുഭവിച്ചിരുന്നു. അവരുടെ കാൽനഖ്യന്തുമരീചികളെ, ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുകയില്ല, അവരുടെ കാൽപ്പാടുകളെ പിന്തുടരുവാൻ നമുക്കിന്ന് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാർ, നാം ഒരു നവീകരണമല്ല നാം ഘോഷിക്കുന്നത്, നാം ഒരു പൂർവീകരണമാണ് പറയുന്നത്. റീ ഓറിയൻറ്റേഷനാണ് നാം ആഗ്രഹിക്കുന്നത്, റിഫർമേഷൻ അല്ല നാം ഇന്ന് പ്രഘോഷിക്കുന്നത്. നാം ഒരു നവീകരണത്തിൻ്റെ പാതയിലല്ല, നേരെ മറിച്ച് പൂർവീകരണത്തിൻ്റെ പാതയിലാണ്. പഴയകാല പിതാക്കന്മാർ അനുഭവിച്ചതായ സമ്പത്ത്, പഴയകാല പിതാക്കന്മാർ നേടിയെടുത്തതായ സ്വത്ത്, അതെന്ത് എന്ന് അനുഭവിക്കാനുള്ള മഹാഭാഗ്യമാണ് വക്രതയും കോട്ടമുള്ള തലമുറയിലുള്ള നമുക്ക് കർത്താവ് ദാനമായി തന്നിരിക്കുന്നത്. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമാകുന്നെന്ന് യാക്കോവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവം തന്നെ യാക്കോവിനെ വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ഗോവണിയുടെ മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത് ഒന്നുകൂടി വായിക്കാം. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും.
കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ട് ഇവിടെ, കുറേയേറെ കാര്യങ്ങൾ. ഓരോന്നോരോന്ന് ധ്യാനിച്ച് വരുമ്പോൾ നാം അങ്ങ് രോമാഞ്ചമണിയും. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് യാക്കോബിന് 7 പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഈ സമയത്ത് ഇവിടെ യാക്കോബ് ആ ബേർശേബ മരുഭൂമിയിൽ ആ പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ടായ പ്രത്യക്ഷതയ്ക്ക് ശേഷം പിന്നീട് യാക്കോബിൻ്റെ ജീവിതത്തിൽ 7 പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 7 പ്രത്യക്ഷതകൾ. ദൈവത്തിന് സ്തോത്രം. കൂടെ കൂടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ഓരോരോ സമയങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ഓരോരോ സമയങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ രോഗിയായി അവശനിലയിൽ കിടക്കുമ്പോൾ നീ എൻ്റെ അരികത്തേക്ക് വരണമേ. കർത്താവേ, ഞാൻ മനസ്സ് നൊന്ത് വിങ്ങി വിഷമിച്ച് ഞാൻ ഇരിക്കുമ്പോൾ നീ എൻ്റെ അരികത്തേക്കൊന്ന് വരണമേ. കർത്താവേ, ഞാൻ പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്, ഏത് രീതിയിലാണ് എഴുതി പിടിപ്പിക്കേണ്ടത്, എനിക്ക് ചിന്താക്കുഴപ്പത്തിലാകുന്ന സമയത്ത് മനസ്സ് പതറുമ്പോൾ യേശുവേ, നീ അപ്പോൾ എൻ്റെ അരികിലേക്കൊന്ന് വരണമേ. എൻ്റെ കർത്താവേ, ചില കുഴഞ്ഞ പ്രശ്നങ്ങളിൽപ്പെട്ട് എൻ്റെ മനസ്സ് ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എൻ്റെ അരികത്തേക്കൊന്ന് വരണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ ചില വിഷമസന്ധികൾ നേരിടുമ്പോൾ നാഥ, നീ എൻ്റെ അരികത്തേക്കൊന്ന് വരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ പറയണം ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം, എൻ്റെ നാഥ, നീ എന്നിൽ നിന്ന് ദൂരെ മാറി നിൽക്കല്ലേ, നീ എന്നിൽ നിന്ന് അകലെ മാറി നിൽക്കല്ലേ, എൻ്റെ അരികത്തേക്ക് നീ വരേണ്ട സമയമാണിത്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. ഒരിക്കൽ ദാവീദ് അങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. എൻ്റെ വിശ്വാസം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തർക്കും ദൈവത്തോട് പറയാനുള്ള സമയങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. ദൈവമേ, ഇത് നീ പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നീ ഒന്ന് ഇറങ്ങി വന്നേ പറ്റൂ. ഞാൻ നിസ്സഹായ സ്ഥിതിയിലാണ്, ഞാൻ ആരോരുമില്ലാത്തവളാണ്, ഞാൻ അഗതിയാണ്, എനിക്ക് തുണയായിട്ട് ആരുമില്ല, ഒരു നല്ല വാക്ക് തരാൻ ആരുമില്ല, ഒരു പൊത്താശ തരാൻ ആരുമില്ല. നാഥ, ഞാൻ അനാഥ സ്ഥിതിയിലാണ്. ഐ ആം ഫർലോഡ് ആൻഡ് ഫർസേക്കൺ. യേശുവേ, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ തള്ളപ്പെട്ടവനാണ്, ഞാൻ നിരസിക്കപ്പെട്ടവനാണ്, ഞാൻ മുഷിവ് പറ്റിയവനാണ്, ഞാൻ നിരാശ പറ്റിയവനാണ്, ഞാൻ വലിയ സങ്കടത്തിലായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഐ ആം ഫ്രസ്ട്രേറ്റഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. കർത്താവേ, ഞാൻ നിരാശനാണ്, ഞാൻ കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ നീ എൻ്റെ അരികത്തേക്ക് ഒന്ന് വരണമേ. ലോർഡ്, come to me, my Lord, my Jesus, come to me, my sweet Jesus, come to me. എൻ്റെ യേശുവേ, നീ എൻ്റെ അരികിലേക്ക് ഒന്ന് വരണമേ. എൻ്റെ മാധുര്യവാനായ യേശുവേ, നീ എൻ്റെ അരികിലേക്ക് വരണമേ. ഞാൻ ആ വാക്ക് സന്തോഷത്തോടാണ് പറയുന്നത്, സ്വീറ്റ് ജീസസ് എന്ന്. ദൈവത്തിന് സ്തോത്രം. അതെന്തുകൊണ്ടാണ് പറയുന്നത് അറിയാമോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാധുര്യം തന്നവനാണവൻ. എൻ്റെ ജീവിതത്തിൽ അഗതിയായിരുന്നവനെ തേടി വന്ന് എനിക്ക് മധുരം തന്നവനാണവൻ. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ കാലങ്ങളിൽ അവൻ എനിക്ക് സ്വീറ്റ്നെസ് തന്നവനാണ്, അവനെനിക്ക് സ്വീറ്റ്നെസ് തന്നവനാണ്, അവൻ എന്നെ അനുഗ്രഹിച്ചവനാണ്. യാതനയുടെ സമയങ്ങളിൽ, കഷ്ടപ്പാടിൻ്റെ സമയങ്ങളിൽ, പ്രശ്നങ്ങളുടെ സമയങ്ങളിൽ, എതിർപ്പുകളുടെ സമയങ്ങളിൽ, ആക്രമണങ്ങളേറ്റ് തളർന്നപ്പോൾ, അസ്ത്രങ്ങളേറ്റ് വിങ്ങിയപ്പോൾ, ദൈവത്തിന് സ്തോത്രം, കൂരമ്പുകളേറ്റ് പെടഞ്ഞപ്പോൾ, അപ്പോഴെല്ലാം എൻ്റെ ജീവനുള്ള ദൈവം മാധുര്യമാർന്ന കരം കൊണ്ട് തലോടി തലോടി തഴുകി തന്ന് എന്നെ ആശ്വസിപ്പിച്ചവനാണ്. ഓ മൈ സ്വീറ്റ് ജീസസ്, കം ടു മീ. എൻ്റെ കാരുണ്യവാനായ യേശുവേ, എൻ്റെ മാധുര്യവാനായ യേശുവേ, എൻ്റെ അരികിലേക്ക് വരണമേ. ഓ, ഐ ആം സോ കൺഫ്യൂസ്ഡ് നൗ. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ് കർത്താവേ, ഞാൻ വളരെ നിരാശനാണ് കർത്താവേ. എൻ്റെ ദൈവമേ, നീ എൻ്റെ അരികത്തേക്ക് വരണമേ. ഈ വിഷമസന്ധിയിൽ, ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നീ എന്നെ ഒന്നും തൊട്ടേ പറ്റുകയുള്ളൂ, നീ എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ. ദൈവമക്കളെ, കൂടെ കൂടെ പ്രത്യക്ഷതകൾ ലഭിക്കും, കൂടെ കൂടെ ദൈവിക സാന്നിധ്യം ലഭിക്കും, കൂടെ കൂടെ ദൈവിക സംരക്ഷണം ലഭിക്കും, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും, ദൈവത്തിൻ്റെ പ്രൊവിഷൻ ലഭിക്കും, ദൈവത്തിൻ്റെ കരുതൽ ലഭിക്കും, ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. യേശുവിൻ്റെ പ്രൊട്ടക്ഷൻ, യേശു തരുന്നതായ പ്രൊവിഷൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ നിങ്ങൾക്ക് അടുത്തറിയാം, യേശുവിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അടുത്ത് ആനന്ദത്തോടെ പുൽകാം. യേശുവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് യേശുവിൻ്റെ പാദം ചുംബിക്കാം. യേശുവിൻ്റെ തിരുമുറിവുകളെ നിങ്ങൾക്ക് തഴുകാം, യേശുവിൻ്റെ തിരുമുറിവുകളിൽ നിങ്ങൾക്ക് ചുംബിക്കാം. യേശുവിൻ്റെ തൃക്കര നിങ്ങൾക്കെടുത്ത് മൊത്തം യേശുവിനെ നിങ്ങൾക്ക് വായ്പോടെ, ആനന്ദ വായ്പോടെ വാഴ്ത്തി സ്തുതിക്കാം. യേശുവിനെ ആരാധിക്കാം, യേശുവിനെ മഹത്വപ്പെടുത്താം, യേശുവിനെ നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവരെ, യാക്കോബിന് തുടരെ പ്രത്യക്ഷതകൾ, 7 പ്രത്യക്ഷതകൾ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാം. 7 പ്രത്യക്ഷതകൾ ഒന്നൊന്നായി വായിക്കാം. യാക്കോബിൻ്റെ ഈ പ്രത്യക്ഷത കഴിഞ്ഞ് പിന്നെ കാണുന്ന പ്രത്യക്ഷത 31-ാം അധ്യായം 3-ാം വാക്യമാണ്. വായിക്കാം, 31:3. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക,
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യഹോവ യാക്കോബിനോട് നേരിട്ട് വന്ന് പറയുകയാണ്, മോനെ നീ മടങ്ങിപ്പോയിക്കോ. വീണ്ടും 31-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബെ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറുവുമുള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നീ പണ്ട് തൂണിനെ അഭിഷേകം ചെയ്തില്ലേ, എന്നോട് വാക്ക് പറഞ്ഞില്ലേ, എന്നോടൊരു സമർപ്പണം പറഞ്ഞില്ലേ, നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ. പഴയ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യാക്കോബിന് പ്രത്യക്ഷപ്പെടുകയാണ്. വീണ്ടും 32-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. യാക്കോബ് തന്റെ വഴിക്ക് പോയി, ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. ദൈവം പ്രത്യക്ഷനാവുകയാണ്. 32-ാം അധ്യായം 24-ാം വാക്യം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. യാക്കോബിനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. അവന്റെ തുടയുടെ തടം തൊട്ടു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം 30-ാം വാക്യം. അതിൽ തന്നെ 30-ാം വാക്യം. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും, ആ പുരുഷൻ ആരാണെന്ന് പറയുന്നു, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷം മുമ്പ് നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. നീ വീണ്ടും ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ദൈവം പ്രത്യക്ഷനായി. 35-ാം അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങൾ. യാക്കോബ് പത്തനരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി. വീണ്ടും 46-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബെർശേബയിലെത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് പ്രത്യക്ഷപ്പെട്ട് യാക്കോബിനോട് പറയുകയാണ്, രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 7 പ്രാവശ്യം ദൈവം തമ്പുരാൻ യാക്കോബിന് പ്രത്യക്ഷനായി. ദൈവം യാക്കോബിന് വെളിപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവിക പ്രത്യക്ഷത വേണമോ? ദൈവം നിങ്ങൾക്ക് നേരിട്ട് ഇടപെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കണമോ? ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി, ദൈവത്തിൻ്റെ ശബ്ദത്തിൽ കൂടി ജീവനുള്ള ദൈവം നമുക്ക് പ്രത്യക്ഷനാകുന്നു. അവൻ നമ്മോട് ഇടപെടുന്നു. അവൻ നമ്മെ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പഴയ കഥകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പണ്ടത്തെ സമർപ്പണത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പണ്ടത്തെ നേർച്ചയുടെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് നേർച്ച നേർന്നതായ സ്ഥലത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് പ്രതിഷ്ഠിച്ചതായ ബേഥേലിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് യാഗം കഴിച്ചതും യാഗപീഠം പണിതതുമായ സ്ഥലത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തതായ സ്ഥലത്തിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പഴയ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് വീണ്ടും വീണ്ടും വാഗ്ദത്തങ്ങൾ പുതുക്കി തരുന്നു. ദൈവം വാഗ്ദത്തം തരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് ഇപ്പോൾ ദൈവം ചില വാഗ്ദത്തങ്ങൾ തരികയാണ്. കർത്താവിന് സ്തോത്രം. അന്ത്യത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളാണ്. അല്പം പോലും പ്രതീക്ഷയില്ല. ഇതാ തീരാൻ പോവുകയാണെന്ന് വിചാരിച്ചത്. യാക്കോബിന് അങ്ങനെയായിരുന്നു. ഈ യാത്ര തീരുമെന്ന് പ്രതീക്ഷയില്ല. യാത്ര അങ്ങ് എത്തുമെന്ന് പ്രതീക്ഷയില്ല. ഹാരാനിലെത്തുമെന്ന് പ്രതീക്ഷയില്ല. നാളെയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെ, ആയുസ്സിനെ കുറിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ലാതെ, ഇനി ഒരു ആരോഗ്യം ലഭിക്കുമോ എന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ, ഇനി എനിക്ക് ഒരു നല്ല കാലം കിട്ടുമോ എന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ മനസ്സ് വിങ്ങി വലഞ്ഞിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, പ്രതീക്ഷയില്ലാതിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറയുന്നതാണെന്നറിയാമോ? നിനക്ക് ഞാൻ പ്രതീക്ഷ തരികയാണെന്നാണ്. നിനക്ക് ഞാൻ വാഗ്ദാനങ്ങൾ തരികയാണെന്നാണ്. നിനക്ക് ചില പുത്തൻ പ്രതീക്ഷകൾ നിനക്ക് ഉണർത്തി തരാമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പുതിയ അനുഭവങ്ങൾ നിനക്ക് തരാമെന്നാണ് പറയുന്നത്. പുതിയ
കാഴ്ചപ്പാട് നിനക്ക് തരാമെന്നാണ് പറയുന്നത്. പുതിയ വഴികളിലൂടെ നിന്നെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. പുതിയ അനുഭവങ്ങളിലേക്ക് നിന്നെ നയിക്കാമെന്നാണ് പറയുന്നത്. അനുഗ്രഹീതമായ അനുഭവങ്ങൾ നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിൻ്റെ അരികിലേക്ക് വന്ന് നിന്നെ തലോടുകയാണ്, നിന്നെ താങ്ങുകയാണ്. തളരാതെ, നീ ഉലയാതെ, നീ വാടാതെ മകനെ, നിന്നെ അവൻ മാറോട് അടക്കി പിടിക്കുകയാണ്, നിന്നെ അവൻ ചേർത്തണയ്ക്കുകയാണ്. മകളെ, അവൻ തൻ്റെ കരം നിൻ്റെ ശിരസിൽ വെക്കുകയാണ്. അവൻ നിന്നെ ആശ്വസിപ്പിക്കുകയാണ്, നിൻ്റെ കണ്ണുനീര് തുടച്ചു തരികയാണ്, നിൻ്റെ ദുഃഖഭാരങ്ങൾ അകറ്റി തരികയാണ്, നിൻ്റെ മാനസ ക്ലേശങ്ങൾ ദൂരീകരിച്ചു തരികയാണ്. സമാധാനം നിനക്ക് നിറവടിയായി പകർന്നു തരികയാണ്. ദൈവം എന്താണ് പറഞ്ഞത്? 28-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കാം. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. യാക്കോബ് അത്ഭുതപ്പെട്ടു. എന്താ പറഞ്ഞത്? തീരാണെന്നല്ലേ വിചാരിച്ചത്? ഈ ഉള്ളവന് ഇനിയുണ്ടോ? ഒരു വിവാഹം കിട്ടാൻ പോകുന്നു, മക്കളുണ്ടാകാൻ പോകുന്നു. അതൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമല്ലല്ലോ. അതിലെ പ്രതീക്ഷകളൊക്കെ തീർന്ന കാര്യമല്ലേ. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഈ ഭൂമിയെ നിനക്ക് തരും, പിന്നെ നിൻ്റെ സന്തതിക്കും തരും. അപ്പോൾ സന്തതി ഉണ്ടാകുമെന്നോ? അപ്പോൾ കാര്യം ഗൗരവമാണല്ലോ. ഇങ്ങനെ പ്രതീക്ഷയില്ലല്ലോ. എനിക്കിനി ഒരു മക്കളുണ്ടാകുമോ? എനിക്കൊരു വിവാഹം ഉണ്ടാകുമോ? എനിക്കൊരു ഭാവിയുണ്ടോ? ഇതല്ലേ ചിന്തിച്ചിരുന്നത്? ദൈവ പൈതലേ, നീ കേൾക്കൂ. നിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചില പുതുനാമ്പുകൾ നിനക്ക് കിളിർപ്പിച്ച് തരികയാണ്. ആശയുടെ പുതു കിരണങ്ങൾ നിനക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയുണ്ടോ ഈ കടം തീരാൻ പോകുന്നു? ഈ കടം ഇത് ഞാൻ മരിച്ചാലും തീരുമോ? എൻ്റെ മക്കളുടെ കാലം തീരുമോ? ഇതല്ലേ നീ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ജീവനുള്ള ദൈവം ഇന്ന് നിങ്ങളെ സന്ധിക്കുന്ന ദിവസമാണ്, നിങ്ങളെ സന്ദർശിക്കുന്ന ദിവസമാണ്, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്, നിങ്ങളെ തലോടുന്ന ദിവസമാണ്, നിങ്ങളെ സന്ദർശിച്ച് അനുഗ്രഹിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നീ കിടക്കുന്ന ഈ ഭൂമി ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ വാഗ്ദത്തം അതാണ്. ഈ നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. രണ്ടാമത്തെ വാഗ്ദത്തം. 1-2 മക്കളല്ല, ഭൂമിയിലെ പൊടി പോലെ, പൂഴി പോലെ സന്തതി പരമ്പരകൾ നിനക്കുണ്ടാകും. പണ്ട് 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോവിൻ്റെ അപ്പൻ്റെ അപ്പനായ അബ്രഹാമിന് കൊടുത്ത 7 വാഗ്ദത്തങ്ങൾ പോലെ യാക്കോവിനും 7 വാഗ്ദത്തങ്ങൾ തരികയാണ്. 12-ാം അധ്യായം പഠിച്ചപ്പോൾ നാം അത് കണ്ടതാണ്. അബ്രഹാമിന് 7 വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ഇവിടെ ഇതാ യാക്കോവിനും 7 വാഗ്ദത്തങ്ങൾ ലഭിച്ചു. 7 പൂർണ്ണതയെ കാണിക്കുന്നു. പൂർണ്ണമായ വാഗ്ദത്തങ്ങൾ, പൂർണ്ണമായ നിറവേറിയ വാഗ്ദത്തങ്ങൾ, നിറവുറ്റ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തരികയാണ്. അപ്പൻ്റെ അപ്പന് കൊടുത്തു വാഗ്ദത്തം. അതേ ദൈവം മാറ്റമില്ലാത്തവനാണ്. ആ ദൈവം നിനക്കും വാഗ്ദത്തം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ അപ്പൻ കടന്നുപോയി മക്വേലാ ഗുഹയിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ ഇന്ന് അപ്പൻ്റെ അപ്പൻ ഭൂമിയിലില്ല. എന്നിട്ടും യാക്കോവിന് വാഗ്ദാനങ്ങൾ അതേപോലെ തന്നെ പുതുക്കി കൊടുക്കുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അക്ഷരപ്രകാരം ശാരീരികമായി നമ്മുടെ കൂടെ ഇല്ല എങ്കിലും നമുക്ക് വാഗ്ദാനങ്ങൾ, പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച വാഗ്ദാനങ്ങൾ അവൻ നമുക്കും തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നല്ലവനായ ദൈവത്തെ നിങ്ങൾ മറക്കരുതേ എന്ന് ഞാൻ പറയട്ടെ. ഈ ദൈവത്തെ നിങ്ങൾ മറന്നു കളയരുതേ. വാഗ്ദാനങ്ങൾ തരും ദൈവം, സ്നേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ തരും ദൈവം, കരുതലിൻ്റെ വാഗ്ദാനങ്ങൾ തരും ദൈവം. പ്രോമിസസ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. പ്രോമിസസ് ആൻഡ് പ്രൊവിഷൻസ് ആൻഡ് പ്രൊട്ടക്ഷൻസ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. ദൈവം വാഗ്ദാനങ്ങൾ കരുതി വെച്ചിരിക്കുന്നു. ദൈവം കരുതൽ കരുതി വെച്ചിരിക്കുന്നു. ദൈവം സംരക്ഷണം കരുതി വെച്ചിരിക്കുന്നു. നമുക്ക് ദൈവം സേഫ്റ്റി കരുതി വെച്ചിരിക്കുന്നു. സുരക്ഷിതത്വം കരുതി വെച്ചിരിക്കുന്നു. ദൈവം നമ്മെ കരുതുന്നു, നമ്മെ കാക്കും ദൈവം, നമ്മെ കരുതും ദൈവം. നിങ്ങളെന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ഈ ദൈവത്തെ നിങ്ങൾക്ക് അടുത്ത് കിട്ടിയോ? കർത്താവിന് സ്തോത്രം. ദൈവത്തെ നിങ്ങൾ പരിചയപ്പെട്ടോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം ഉണ്ടായെന്നുള്ള തെളിവ് എന്താണെന്ന് അറിയാമോ? വേറെ തെളിവൊന്നും തേടി പോകണ്ട. ഈ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ അരികത്ത് വരുന്നു എന്നുള്ളത് അത് അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ തെളിവ്. ദൈവത്തിന് സ്തോത്രം. വേറെ തെളിവൊന്നും തേടി പോകണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയം ദൈവം മാറ്റിത്തരും. ആ ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരും. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണ്. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി തിരുരക്തം ചിന്തിയവനാണ്. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ഒഴുക്കിയവനാണ്. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കന്നത്തടി ഏറ്റവനാണ്. കർത്താവായ യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി മുഖത്തുനിന്ന് രോമങ്ങൾ പിഴുതെടുക്കുവാൻ തന്നെ വിട്ടുകൊടുത്തവനാണ്. അവൻ മുഖത്ത് തുപ്പലേറ്റവനാണ്. അവന് ശിരസിൽ മുള്ളുടി വെച്ചവനാണ്. അവൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടതാണ്. അവന് ചെങ്കൽ കുന്തം കൊണ്ട് കുത്തി, അവൻ്റെ പുറം ഒഴുചാല് പോലെ കീറി, അവൻ്റെ
ശരീരം വിണ്ടുകീറി, അവൻ്റെ ശരീരം ഇതാ തിണർത്തിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. ഈ യേശുവിനെ ആര് കൈക്കൊള്ളുന്നുവോ, ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് ആര് സ്വീകരിക്കുന്നുവോ, അവരുടെ ഹൃദയം മാറും, അവരുടെ ജീവിതം പ്രസന്നമാകും, അവരുടെ ജീവിതം പ്രശോഭിതമാകും, അവരുടെ ജീവിതം പ്രഫുല്ലമാകും, അവരുടെ ജീവിതം വിടർന്നു വരും, അവരുടെ ജീവിതം വികസിച്ചു വരും, അവരുടെ ജീവിതം അനുഗ്രഹീതമായി തീരും. യേശുവിനെ കൈക്കൊള്ളുവീൻ, യേശുവിനെ സ്വീകരിപ്പീൻ, യേശുവിനെ തിരുരക്തത്താലുള്ള കഴുകൽ പ്രാപിപ്പീൻ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകി വെടിപ്പാക്കട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് ശുദ്ധീകരണം തരട്ടെ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങൾ രൂപാന്തരപ്പെടുത്തട്ടെ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് പുതിയ ഹൃദയം തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ ദൂതുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കുരിശിൽ വെളിപ്പെടുത്തിയ സ്നേഹം കർത്താവേ, സ്വന്തം ജീവൻ വെടിഞ്ഞ് ഞങ്ങൾ സ്നേഹിച്ച സ്നേഹം, ഇന്നും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന സ്നേഹം, ആ സ്വർഗീയ സ്നേഹത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ അടിയറവയ്ക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കഴുകണമേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, ഭാരങ്ങൾ മാറ്റണമേ. കർത്താവെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ, മനോഭാരങ്ങളും മനസ്സിലെ ആകുലങ്ങളും മാറ്റണമേ. എല്ലാവരെയും തൃക്കരം വെച്ച് ആശീർവദിക്കണമേ, ഭാവി ശോഭനമാക്കണമേ. കർത്താവെ യുവജനങ്ങളെ എൻ്റെ കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിക്കണമേ. അനേക യുവാക്കന്മാർ വഴിതെറ്റി പോകുന്നല്ലോ കർത്താവെ. സത്യപാതയിലേക്ക് യുവജനങ്ങൾ തിരിയുവാൻ ഇടയാക്കണമേ. കർത്താവെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേ, കുടുംബ സമാധാനം എല്ലാവർക്കും നൽകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. സ്നേഹത്താൽ ഞങ്ങൾ എല്ലാവരെയും പൊതിയണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.